പ്രിയ കൂട്ടുകാരെ, ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാർ അത് കേട്ടിട്ട് ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. കഥയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടക്കാം. മീന ലൂസിക്ക് അയച്ച കത്ത്. ബുഡാപെസ്റ്റ്, ആഗസ്റ്റ് 24. പ്രിയപ്പെട്ട ലൂസി, ഞാൻ ഇവിടെ എത്തി. ജോനാഥൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായിരിക്കുന്നു. മുഖത്ത് ആ പഴയ പ്രൗഢഗാംഭീര്യ ഭാവമൊന്നും കാണാനില്ല. അദ്ദേഹത്തിന് എന്തോ വലിയ ഷോക്ക് ഏറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ സംശയിക്കുന്നത്. ഉറക്കമുണർന്ന ഉടനെ അദ്ദേഹം തൻ്റെ കോട്ടിൻ്റെ കീശയിൽ നിന്ന് ഒരു ഡയറി എടുത്ത് എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട എൻ്റെ മീന, ഞാനൊരു വലിയ ഷോക്കിന് അടിമയായിട്ടുണ്ട്. സംഭവിച്ചതെല്ലാം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. ഏതായാലും എൻ്റെ ആ വിചിത്രാനുഭവങ്ങൾ നീയും അറിയണം. നാം വിവാഹിതരാവാൻ പോവുകയാണല്ലോ. നമുക്കിടയിൽ ഒരു രഹസ്യവും അവശേഷിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഈ ഡയറി ഒന്ന് വായിക്കണം. പക്ഷേ ഒരു കാരണവശാലും ഇതിലെ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ഒരു സംശയവും ചോദിക്കരുത്. ഒരക്ഷരം പോലും അതേക്കുറിച്ച് ഇനി പറയാനോ കേൾക്കാനോ എനിക്ക് താല്പര്യമില്ല. ഒന്നും ഇനി ഒരു വട്ടം ഓർക്കാൻ എനിക്ക് സാധ്യവുമല്ല. ഡയറി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കട്ടിലിൽ കണ്ണടച്ച് കിടന്നു. ഞാൻ ഒരു ചുടുചുംബനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്സാഹം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. എനിക്ക് അദ്ദേഹത്തെ എത്രയും വേഗം പഴയ ഊർജ്ജസ്വലതയോടെ കാണണം. ഇന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ ഇരുവരും തീരുമാനിച്ചു. ഇവിടുത്തെ സിസ്റ്റർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു. വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾ വിവാഹിതരായി. പിന്നീട് ഞാൻ ആ ഡയറി തുറന്നുപോലും നോക്കാതെ ഭദ്രമായി പൊതിഞ്ഞ് സീൽ വെച്ച് എൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നമ്മുടെ പരസ്പര വിശ്വാസത്തിൻ്റെ ഈടുറ്റ തെളിവായി ഞാൻ ഈ ഡയറി സീൽ ചെയ്ത് സൂക്ഷിക്കുന്നു. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, മീന, എനിക്ക് വ്യക്തമായ ധീരമായ ഒരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ നിറവേറ്റും. ഇതിനകം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും കുറെ കൂടി രൂക്ഷമായ അനുഭവങ്ങളെ നേരിടേണ്ടി വന്നാൽ പോലും ഞാൻ അതിന് എന്നെ തന്നെ സമർപ്പിക്കും. അദ്ദേഹത്തിൻ്റെ സ്വരം ദൃഢമായിരുന്നു. മുഖത്തെ മാംസപേശികൾ ആ ദൃഢനിശ്ചയം വിളിച്ചറിയിക്കും പോലെ ഊർജ്ജവത്തായിരുന്നു. നിനക്ക് സുഖമെന്ന് കരുതുന്നു. ആർത്തറുമായുള്ള നിന്റെ വിവാഹം എത്രയും വേഗം നടത്തണം. ആർത്തറോട് എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുമല്ലോ. അമ്മയ്ക്കും സുഖമെന്ന് കരുതട്ടെ. സ്നേഹപൂർവ്വം, നിന്റെ മീന. ലൂസിയുടെ അവസ്ഥ. മീന പോയതോടെ ലൂസിയുടെ സ്ഥിതി വളരെ പരിതാപകരമായി തീർന്നു. അവൾ ശരിക്കും ഒറ്റപ്പെട്ടു. രാത്രികൾ അവൾക്ക് പേടിസ്വപ്നങ്ങൾ നിറഞ്ഞ ഭീകര രാത്രികളായി മാറി. ഉറക്കത്തിൽ പേടിസ്വപ്നങ്ങൾ കണ്ട് അവൾ ഞെട്ടിയുണരും. പിന്നെ സ്വപ്നാടകയായി ജനാലയ്ക്കൽ ചെന്നു നിൽക്കും. അവിടെ വലിയ ചിറകടിയും ബഹളവും കേൾക്കും. അതൊന്നും പക്ഷേ അവൾ അറിയുന്നില്ല. തികഞ്ഞ അബോധാവസ്ഥയിൽ അവൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രം. ഒടുവിൽ നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ അവൾ ആകെ തളർന്ന് അവശയായിരിക്കും. മുഖം രക്തപ്രസാദമില്ലാതെ വിളറി വെളുത്തിരിക്കും. കൺപോളകൾ തടിച്ചു വീർത്തിട്ടുണ്ടാവും. പാവം ലൂസിയുടെ ഈ അവസ്ഥ ആർത്തറെ വല്ലാതെ വിഷാദമഗ്നനാക്കി. ഹൃദ്രോഗിയായ അവളുടെ അമ്മയാകട്ടെ മകളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയിരുന്നുമില്ല. അറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തും അവർക്കില്ല. അതുകൊണ്ട് അവരറിയാതെ ലൂസിയെ ഒന്ന് വന്ന് പരിശോധിക്കണമെന്ന് ആർത്തർ ഡോക്ടർ സെവാർഡിന് ഒരു കത്തയച്ചു. ഡോക്ടർ സെവാർഡ് എത്തി ലൂസിയെ പരിശോധിച്ചു. അവൾക്ക് എന്തോ ഗുരുതരമായ രോഗമുണ്ടെന്നും അത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റിയ വ്യക്തി ഡോക്ടർ വാൻ ഹെൽസിംഗ് ആണെന്ന് സെവാർഡ് കണ്ടെത്തി. അതനുസരിച്ച് അദ്ദേഹം ഡോക്ടർ വാൻ ഹെൽസിങ്ങിന് വിശദമായ ഒരു കത്തയച്ചു. കത്ത് കിട്ടിയ ഉടനെ തന്നെ ഡോക്ടർ വാൻ ഹെൽസിംഗ് സ്ഥലത്തെത്തി ലൂസിയെ വിശദമായി പരിശോധിച്ചു. പ്രശസ്ത ഫിഷഗ്വരനും മനഃശാസ്ത്രജ്ഞനും ആധുനിക ചികിത്സാശാസ്ത്രത്തിൽ നിപുണനും തത്വചിന്തകനുമൊക്കെയായ ഡോക്ടർ വാൻ ഹെൽസിങ്ങിന് ലൂസിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണെന്നും ജീവൻ മരണ സമരമാണിപ്പോൾ അവളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടു. എങ്കിലും ആരോടും ഒന്നും പറയാതെ വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. അത് കണ്ടപ്പോൾ ഡോക്ടർ സെവാർഡിന് പരിഭ്രാന്തിയായി. അത്രയും വിദഗ്ധനായ ഡോക്ടർ ഈ കേസ് ഏറ്റെടുക്കാൻ മടിക്കുകയാണോ എന്ന് പോലും സംശയം തോന്നി. 2 ദിവസം കൂടി പിന്നിട്ടതോടെ ലൂസിയുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമായി. ഡോക്ടർ സെവാർഡ് വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹം ഡോക്ടർ വാൻ ഹെൽസിങ്ങിന് കമ്പിയടിച്ചു. നില വളരെ മോശമാണെന്നും ഡോക്ടർ ഉടനെ എത്തണമെന്നുമാണ് ടെലിഗ്രാമിൽ പറഞ്ഞിരുന്നത്. അടുത്ത ദിവസം തന്നെ ഡോക്ടർ വാൻ ഹെൽസിംഗ് മടങ്ങിയെത്തി. ലൂസിയെ പരിശോധിച്ചിട്ട് അദ്ദേഹം ഡോക്ടർ സെവാർഡിനോട് ചോദിച്ചു, ഇവളുടെ കാമുകനെ വിവരം അറിയിച്ചോ? ഉവ്, പക്ഷേ യഥാർത്ഥ വിവരം അറിയിച്ചിട്ടില്ല. അത് നന്നായി. ഇവളുടെ രോഗത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ അവയുടെ അസ്വാഭാവികത വെച്ച് നോക്കുമ്പോൾ വെളിപ്പെടുത്താറായിട്ടില്ല.
ലൂസിക്ക് ഇപ്പോൾ വേണ്ടത് നല്ല വിശ്രമമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവൾക്ക് ഉറക്കമരുന്ന് കൊടുത്തിട്ട് ഉറങ്ങാൻ വിട്ടു. ഈ സമയത്ത് ആർത്തറും എത്തി. ലൂസിക്ക് രക്തം കൊടുക്കണമെന്ന് ഡോക്ടർ ഹെൽസിംഗ് പറഞ്ഞപ്പോൾ ആർത്തർ അതിന് സസന്തോഷം സമ്മതിച്ചു. പക്ഷേ ആർത്തറുടെ ശരീരത്തിൽ നിന്നും വളരെയധികം രക്തം പകർന്നു കൊടുത്തിട്ടും ലൂസിയുടെ ക്ഷീണത്തിന് കാര്യമായ കുറവൊന്നും കണ്ടില്ല. രക്തദാനം നിർത്തിയിട്ട് ആർത്തറെ വിശ്രമിക്കാൻ വിട്ട ശേഷം ഡോക്ടർ വാൻ ഹെൽസിംഗ് ലൂസിയെ വിശദമായി പരിശോധിച്ചു. അപ്പോഴാണ് അവളുടെ കഴുത്തിലെ ആ ചെറിയ മുറിപ്പാടുകൾ അദ്ദേഹം ശ്രദ്ധിച്ചത്. ഒരു നടുക്കത്തോടെ അദ്ദേഹം ഡോക്ടർ സെവാർഡിനോട് പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നു. ഞാൻ ആംസ്റ്റർഡാമിൽ പോയി ചില മരുന്നുകളും മറ്റും എടുത്തുകൊണ്ട് ഉടനെ മടങ്ങി വരാം. അതുവരെ നിങ്ങൾ ഇവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അവൾക്ക് നന്നായി ഭക്ഷണം കൊടുക്കുക, നന്നായി ഉറങ്ങാനും അനുവദിക്കുക. ഒരു കാരണവശാലും അവളെ തനിച്ചാക്കരുത്. പ്രത്യേകിച്ചും രാത്രി നിങ്ങൾ പൂർണ്ണമായി ഉറക്കം വിളച്ച് തന്നെ കാവലിരിക്കണം. അത്രത്തോളം ഗൗരവം ഇതിനുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇത്രയും പറഞ്ഞ് പ്രൊഫസർ വാൻ ഹെൽസിംഗ് ആംസ്റ്റർഡാമിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ സെവാർഡ് രാത്രി ലൂസിക്ക് കൂട്ടിരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും ലൂസി ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. നിദ്രാവസ്ഥയിലാണ് തനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നതെന്ന് അവൾ പറഞ്ഞു. അത് സാരമാക്കണ്ട, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതിനാണ് താൻ ഈ മുറിയിൽ രാത്രി മുഴുവൻ കാവലിരിക്കുന്നതെന്നും ഒന്നും ഭയപ്പെടാതെ ലൂസി സമാധാനമായി ഉറങ്ങിക്കൊള്ളാനും ഡോക്ടർ സെവാർഡ് അവൾക്ക് ധൈര്യം പകർന്നു. അതനുസരിച്ച് ലൂസി ഉറങ്ങാൻ കിടന്നു. ആ രാത്രി പൂർണ്ണമായും അവൾ സുഖമായി ഉറങ്ങി. സെവാർഡ് ആകട്ടെ കണ്ണൊന്നും ചിമ്മുക പോലും ചെയ്യാതെ അവളുടെ അടുത്ത് തന്നെ കാവലിരിക്കുകയും ചെയ്തു. ഈ വിവരം പ്രൊഫസർ ഹെൽസിങ്ങിനെ കമ്പിയടിച്ചറിയിക്കാനും സെവാർഡ് മറന്നില്ല. അന്ന് മുഴുവൻ ലൂസി സന്തോഷവതിയായിരുന്നു. അവൾ ഡോക്ടർ സെവാർഡിനോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ഒപ്പമിരുന്ന് കഴിക്കുകയും ചെയ്തത് ഏറെ സന്തോഷത്തോടെയാണവൾ. അന്ന് രാത്രിയും കാവലിരിക്കാൻ സെവാർഡ് തയ്യാറായെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഉറക്കക്ഷീണം കണ്ട് സഹതാപാർദ്രയായ ലൂസി അദ്ദേഹത്തോട് തൊട്ടടുത്ത മുറിയിൽ വിശ്രമിക്കാൻ നിർബന്ധിച്ചു. അടുത്തു തന്നെ അദ്ദേഹമുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ താനും സുഖമായി ഉറങ്ങുമെന്നും അവൾ പറഞ്ഞു. പരിക്ഷീണനായ സെവാർഡ് ഉന്മേഷവതിയായ ലൂസിയുടെ വാക്കുകളിൽ വിശ്വസിച്ച് അടുത്ത മുറിയിൽ ഉറങ്ങാൻ പോയി. ലൂസി വിരിച്ചു കൊടുത്ത മെത്തയിലേക്ക് ചായേണ്ട താമസം ഡോക്ടർ സെവാർഡ് ഗാഠനിദ്രയെ പ്രാപിച്ചു. അധ്യായം 7. പ്രൊഫസർ വാൻ ഹെൽസിംഗ് പുലർച്ചയ്ക്ക് തന്നെ മടങ്ങിയെത്തി. ഡോക്ടർ സെവാർഡിൻ്റെ അന്തം വിട്ട ഉറക്കം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രൊഫസർ തട്ടി ഉണർത്തി. ഉറക്കക്ഷീണം മാറി ഉത്സാഹപൂർവ്വം ചാടി എഴുന്നേറ്റ സെവാർഡിനോട് ലൂസി എവിടെ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം ലൂസിയുടെ കിടപ്പറയിലേക്ക് പ്രവേശിച്ചു. പിന്നാലെ ഡോക്ടറും ഉണ്ടായിരുന്നു. അവിടെ കണ്ട കാഴ്ച ഇരുവരെയും നടുക്കുന്നതായിരുന്നു. ലൂസി ആകെ വിളറി വെളുത്ത് ഒരു ശവം പോലെ കിടക്കുന്നു. പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം പ്രൊഫസർ അവൾക്ക് വീണ്ടും രക്തം കൊടുത്തു. പക്ഷേ എത്ര രക്തം ചെന്നിട്ടും അവളുടെ വിളർച്ച മാറിയില്ല. ഡോക്ടർ സെവാർഡിൻ്റെ രക്തമാണ് ഇത്തവണ അവൾക്ക് നൽകിയത്. പക്ഷേ രക്തം എത്ര കയറിയിട്ടും അവൾക്ക് പഴയ ഉന്മേഷം വീണ്ടും കിട്ടിയില്ല. വൈകുന്നേരമായപ്പോഴാണ് അല്പം ഉണർവുണ്ടായത്. അന്ന് രാത്രി പരിക്ഷീണനായ ഡോക്ടർ സെവാർഡിനെ ഉറങ്ങാൻ വിട്ടിട്ട് പ്രൊഫസർ വാൻ ഹെൽസിംഗ് തന്നെ ലൂസിയുടെ കാവൽ ഏറ്റെടുത്തു. അന്ന് രാത്രി അവൾ സുഖമായി ഉറങ്ങി. അന്ന് തന്നെ പ്രൊഫസർക്ക് ഒരു പാഴ്സൽ വന്നു. അത് നിറയെ വെളുത്തുള്ളി പൂക്കളായിരുന്നു. ആ പൂക്കൾ കൊണ്ട് പ്രൊഫസർ ഒരു മാലയുണ്ടാക്കി ലൂസിക്ക് കൊടുത്തിട്ട് അത് കഴുത്തിൽ ധരിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കാൻ പറഞ്ഞു. ലൂസിക്കത് പരിഹാസ്യമായി തോന്നി. അവൾ അറച്ചു നിന്നു. അത് ചികിത്സയുടെ ഭാഗമാണെന്നും മാല കഴുത്തിലിട്ടേ മതിയാവൂ എന്നും പ്രൊഫസർ കർശനമായി പറഞ്ഞപ്പോൾ അവൾ അത് കഴുത്തിലണിഞ്ഞു. കുറേ പൂക്കൾ അദ്ദേഹം ജനാലപ്പടിയിലും വിതറിയിട്ടു. പ്രൊഫസറുടെ ഇത്തരം പ്രവൃത്തികൾ വിചിത്രമായി തോന്നിയെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ഡോക്ടർ സെവാർഡ് തയ്യാറായില്ല. അദ്ദേഹം ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടാവുമെന്ന് കരുതി ഡോക്ടർ പ്രൊഫസർക്കൊപ്പം നിന്നു. ലൂസിക്ക് ആരും ഇനി കാവലിരിക്കേണ്ട എന്ന പ്രൊഫസറുടെ തീരുമാനപ്രകാരം അവരിരുവരും ഉറങ്ങാൻ കിടന്നു. രാവിലെ ലൂസിയുടെ അമ്മ വന്ന് മകൾ ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് അഭിമാനപൂർവ്വം സെവാർഡിനോട് തൻ്റെ ഊഹം ശരിയാണെന്നും ചികിത്സ ഫലിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ലൂസിയുടെ അമ്മ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി കയറി ചെന്നപ്പോൾ അവൾ ഗാഠനിദ്രയിലായിരുന്നു. പക്ഷേ മുറിക്കകത്താകെ ഒരു ദുർഗന്ധം പരന്നിരുന്നു. നോക്കുമ്പോൾ ഏതോ പൂക്കൾ ജനാലപ്പടിയിൽ വിതറിയിരിക്കുന്നു. ലൂസിയുടെ കഴുത്തിൽ അതുകൊണ്ടുള്ള ഒരു മാലയും കണ്ടു. ദുർഗന്ധമില്ലാതെ മോൾ സുഖമായി ഉറങ്ങട്ടെ എന്ന് കരുതി ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് കേട്ടതും ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ ലൂസിയുടെ മുറിയിലേക്ക് ഓടി. പിന്നാലെ ഡോക്ടറും. അവർ ചെല്ലുമ്പോൾ കണ്ടത് ലൂസി ഒരു ശവം പോലെ കിടക്കുന്നതാണ്. വല്ലാത്ത നിരാശയോടെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രൊഫസർ വീണ്ടും അവളെ രക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇത്തവണ പ്രൊഫസറുടെ രക്തം തന്നെയാണ് ലൂസിക്ക് കൊടുത്തത്. വെളുത്തുള്ളിപ്പൂകൾ ചികിത്സയുടെ ഭാഗമാണെന്നും അതെടുത്തു കളഞ്ഞത് അബദ്ധമായെന്നും ഇനി അനുവാദം കൂടാതെ ഒരു വസ്തുവും എടുത്തു മാറ്റരുതെന്നും മറ്റും പ്രൊഫസർ ലൂസിയുടെ അമ്മയ്ക്ക് കർശന നിർദ്ദേശം കൊടുത്തു. അന്ന് വൈകുന്നേരത്തോടെ ലൂസി വീണ്ടും ഉന്മേഷം വീണ്ടെടുത്തു. കുറേ ദിവസം കൂടി പ്രൊഫസർ അവിടെ തുടർന്നു.
ആ ദിവസങ്ങളിൽ അവളുടെ ആരോഗ്യവും ഉന്മേഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ വളരെ സന്തോഷവതിയുമായിരുന്നു. ഇപ്പോൾ അവൾക്ക് തനിച്ചുറങ്ങാൻ ഒട്ടും പേടിയില്ല. വെളുത്തുള്ളിപ്പൂക്കളുടെ മാല ചാർത്തിയും ജനാലപ്പടിയിൽ ആ പൂക്കൾ വിതറിയുമാണ് അവൾ ധൈര്യമായി ഉറങ്ങുന്നത്. ഇങ്ങനെ തുടരുന്ന സ്ഥിതിക്ക് താൻ ഒന്ന് ആംസ്റ്റർഡാം വരെ പോയിട്ട് വരാമെന്നും പ്രൊഫസർ തീരുമാനിച്ചു. അന്നത്തെ പത്രത്തിൽ ഒരു വിചിത്ര വാർത്തയുണ്ടായിരുന്നു. മൃഗശാലയിൽ നിന്നും ബർസി എന്ന ഒരു ചെന്നായ പുറത്തു ചാടിയിരിക്കുന്നു. അതിന് തൊട്ടു മുൻപുള്ള ദിവസം മെലിഞ്ഞു ഉയരം കൂടി ഒരാൾ അതിനെ വന്ന് കണ്ടിരുന്നു അത്രേ. അയാളെ കണ്ടപ്പോൾ ചെന്നായ പുറത്തു ചാടാൻ വേണ്ടി ബഹളം കൊടുക്കുന്നത് ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നു. താൻ ഇത്തരം ധാരാളം ചെന്നായ്ക്കളെ വളർത്തുന്നുണ്ടെന്ന് അയാൾ അവരോട് പറഞ്ഞത്രേ. ബർസി രക്ഷപ്പെട്ടതറിഞ്ഞ് മൃഗശാലാധിപൻ വന്ന് പരിശോധിച്ചപ്പോൾ കൂടിൻ്റെ അഴികൾ മുറിച്ചതായി കണ്ടു. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ബർസി തിരികെ എത്തുകയും ചെയ്തു. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 17 രാത്രി. ഞാൻ എൻ്റെ മുറിയിലിരുന്ന് എന്തോ കുത്തിക്കുറിക്കുകയായിരുന്നു. അപ്പോൾ കയ്യിലൊരു കത്തിയുമായി റെൻഫീൽഡ് എൻ്റെ മുറിയിലേക്ക് പാഞ്ഞു വന്നു. അയാൾ കത്തികൊണ്ട് എന്നെ ആഞ്ഞു വെട്ടി. തടയാൻ ശ്രമിക്കുന്നതിനിടെ എൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായി. കുറേ രക്തം തറയിൽ വാർന്നു വീണു. ഒരു വിധത്തിൽ ഞാൻ അയാളെ പിടിച്ചു മാറ്റി. താഴെ വീണ രക്തം ഒരു പട്ടിയെപ്പോലെ അയാൾ നക്കിക്കുടിച്ചു. ചോര ജീവനാണ് എന്ന് പുലമ്പിക്കൊണ്ട് അയാൾ കാവൽക്കാർക്കൊപ്പം സെല്ലിലേക്ക് പോയി. ഭാഗ്യം, മുറിവ് ഗുരുതരമല്ല. ലൂസിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉടനെ ഹില്ലിംഗ്ഹാമിലെത്തണമെന്നാണ് പ്രൊഫസറുടെ കമ്പി കിട്ടിയിരിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ പുറപ്പെടുകയാണ്. പാവം പെൺകുട്ടി, കഷ്ടമാണ് അവളുടെ കാര്യം. ലൂസിയുടെ ഡയറി. സെപ്റ്റംബർ 17 രാത്രി. ഞാൻ തീരെ അവശയായിരിക്കുന്നു. എൻ്റെ അനുഭവങ്ങൾ കുറിച്ചു വയ്ക്കാൻ പോലും എനിക്ക് ആരോഗ്യമില്ല. എങ്കിലും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഞാനിത് എഴുതിയേ തീരൂ. പ്രൊഫസർ വാൻ ഹെൽസിംഗ് നിർദ്ദേശിച്ച പ്രകാരം വെളുത്തുള്ളിപ്പൂക്കൾ യഥാസ്ഥാനത്ത് ശരിയായി വെച്ച ശേഷമാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. വേഗം ഉറങ്ങുകയും ചെയ്തു. പക്ഷേ ജനാലയ്ക്കൽ ശക്തിയായ ചിറകിടി കേട്ട് ഞാൻ ഞെട്ടിയുണർന്നു. അതെന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി. കാതുകൾ പൊത്തി വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഉറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നായി എൻ്റെ പേടി. അതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ആരാണവിടെ എന്ന് ഞാൻ ഉറക്കെ ചോദിച്ചു. ഒരു നായയുടെ മോങ്ങലാണ് മറുപടിയായി കേട്ടത്. അപ്പോൾ അമ്മ മുറിയിലേക്ക് വന്നു. എനിക്ക് ധൈര്യം പകരാനായി അമ്മ എന്നോടൊപ്പം കിടന്നു. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ഞാൻ ജനാലയിലേക്ക് നോക്കി. അവിടെ വീണ്ടും ചിറകടി ശബ്ദം കേട്ടു. എന്താണത് എന്ന് അമ്മ പേടിയോടെ ചോദിച്ചു. ഞങ്ങൾ ഇരുവരും ജനാലയിലേക്ക് നോക്കി. അവിടെ ചുവന്നു തുറിച്ച കണ്ണുകളും നീട്ടിയ നാവുമായി ഒരു ചെന്നായ നിൽക്കുന്നത് കണ്ട് അമ്മ പേടിച്ച് എൻ്റെ ദേഹത്തേക്ക് വീണു. അമ്മയുടെ തല എൻ്റെ നെറ്റിയിൽ ശക്തിയായി ഇടിച്ചു. എനിക്ക് ബോധം മറയുന്നത് പോലെ തോന്നി. സർവ്വതും കീഴ്മേൽ മറിയുകയാണോ? പേടിയും പരിഭ്രാന്തിയും മൂലം കണ്ണിൽ കണ്ടതെല്ലാം അമ്മ തട്ടിമറിച്ചു. അക്കൂട്ടത്തിൽ എൻ്റെ കഴുത്തിലണിഞ്ഞിരുന്ന വെളുത്തുള്ളിപ്പൂ മാലയും പൊട്ടിച്ചെറിഞ്ഞു. അപ്പോൾ മഞ്ഞുപാളികൾ ജനാല വഴി അകത്തേക്ക് കടന്നു വന്നു. പിന്നീടത് ഒരു മനുഷ്യരൂപമായി മാറാൻ തുടങ്ങി. അതുകൊണ്ട് ഭയന്ന് വിവശയായി ഞാൻ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷേ അമ്മ എൻ്റെ ദേഹത്ത് വീണ് കിടക്കുന്നത് കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാനും കഴിഞ്ഞില്ല. പിന്നെ എന്തൊക്കെയുണ്ടായെന്ന് എനിക്കറിയില്ല. ബോധം വീണ്ടു കെട്ടിയപ്പോൾ പുറത്ത് വേലക്കാരികളുടെ ശബ്ദം കേട്ട് ഞാൻ അവരെ അകത്തേക്ക് വിളിച്ചു. എൻ്റെയും അമ്മയുടെയും അവസ്ഥ കണ്ട് അവരും വല്ലാതെ പേടിച്ചുപോയി. അല്പം വീഞ്ഞു കുടിച്ചിട്ട് വരാൻ പറഞ്ഞ് ഞാൻ അവരെ താഴേക്ക് അയച്ചു. അല്പം ധൈര്യം വീണ്ടെടുത്ത് മടങ്ങി വരാനാണ് പറഞ്ഞതെങ്കിലും അവരാരും പിന്നെ വന്നില്ല. ഇതിനിടയിൽ എപ്പോഴോ അമ്മ ജീവൻ വെടിഞ്ഞിരുന്നു. ആ മൃതദേഹത്തിനരികിൽ കണ്ണീർ വാർത്തുകൊണ്ട് ഞാനിരുന്നു. ആ അവസ്ഥയിൽ തുടരാനാവാതെ വേലക്കാരികളുടെ സഹായം തേടാമെന്ന് കരുതി ഞാൻ താഴേക്ക് ചെന്നു. അവിടെ 4 വേലക്കാരികളും തറയിൽ മലർന്നടിച്ച് കിടപ്പുണ്ടായിരുന്നു. അവർ ഉറക്കെ ശ്വസിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും മുകളിലേക്ക് കയറിപ്പോന്നു. ഹോ, എന്തൊരു ഭീകര രാത്രി! അമ്മയുടെ മൃതദേഹത്തിനരികെ ഇരുന്ന ഞാൻ ജനാലയിലൂടെ വീണ്ടും മഞ്ഞുകിരണങ്ങൾ അകത്തു കിടക്കുന്നതും ആൾരൂപം പ്രാപിക്കുന്നതും കണ്ടു. ഇതെൻ്റെ അവസാന രാത്രിയാണെങ്കിൽ പ്രിയപ്പെട്ട ആർത്തർ, നിനക്ക് വിടാം. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 18 ഉച്ചയ്ക്ക് 12 മണിയോടെ ഞാൻ ഹില്ലിംഗ്ഹാമിലെത്തി. ലൂസിയുടെ വീട്ടിൽ ഒരനക്കവുമില്ല. വീടിനു ചുറ്റും നടന്നും വാതിൽ തട്ടിയും നോക്കി. വേലക്കാരികൾക്ക് പോലും വിളി കേട്ടില്ല. ആ ശ്മശാന മുഖതിയിൽ എനിക്കല്പം പേടിയും തോന്നി. അപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഒരു കുതിരവണ്ടിയിൽ വന്നിറങ്ങി. ഞാനിപ്പോൾ എത്തിയതേയുള്ളൂ എന്നും എത്ര വിളിച്ചിട്ടും ഒരു മറുപടിയും കിട്ടുന്നില്ലെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മൾ അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. ജനാലയുടെ വാതിൽ ഇളക്കി മാറ്റി അതിലൂടെ ഞങ്ങൾ അകത്ത് കടന്നു. വേലക്കാരികൾ 4 പേരും ശ്വാസം കഴിക്കാൻ വിഷമിച്ച് തറയിൽ കിടക്കുന്നു. ലൂസിയുടെ മുറിയിൽ അമ്മയുടെ മൃതദേഹവും തൊട്ടടുത്ത് ലൂസിയുടെ വിളറി വെളുത്ത ശരീരവും ഞങ്ങൾ കണ്ടു. എത്രയും വേഗം ലൂസിക്ക് രക്തം കൊടുക്കണം. ഞങ്ങൾ ഇരുവരും ഉള്ളത്ര ഊറ്റിക്കഴിഞ്ഞതാണല്ലോ. വേലക്കാരികളാണെങ്കിൽ അവശ്യ നിലയിലുമാണ്. അപ്പോൾ ആർത്തറിൻ്റെ നിർദ്ദേശപ്രകാരം ആർത്തറുടെയും എൻ്റെയും സുഹൃത്തായ ക്വിൻസി മോറിസ് അവിടെ എത്തി. പ്രൊഫസർ ക്വിൻസിയുടെ രക്തം ലൂസിക്ക് കൊടുത്തു. ക്വിൻസിയുടെ രക്തം എത്ര തന്നെ കയറിയിട്ടും അവളുടെ വിളർച്ച മാറിയില്ല.
ക്വിൻസിക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തിട്ട് ഞാൻ അവളുടെ അമ്മയുടെ മരണാനന്തര നിയമകാര്യങ്ങൾ ശരിയാക്കാൻ രജിസ്ട്രാറുടെ അടുത്തേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ ക്വിൻസി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, നമുക്ക് എങ്ങനെയെങ്കിലും ലൂസിയെ രക്ഷിക്കണം. ഒരിക്കൽ ഞാൻ അവളെ പ്രണയിച്ചിരുന്നു എന്നത് നേരാണ്. പക്ഷേ ഇപ്പോൾ അവൾ എൻ്റെ സുഹൃത്ത് ആർത്തറിൻ്റെ പെണ്ണാണ്. അതുകൊണ്ടാണ് എനിക്ക് അവളെ രക്ഷിച്ചെടുക്കാൻ ഏറെ താല്പര്യം. അതിനായി ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാം. എന്ത് ത്യാഗവും സഹിക്കാം. വൈകുന്നേരത്തോടെ ലൂസിയുടെ സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. അമ്മയുടെ മരണം പോലും അവൾ ശരിക്കും മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. കുറേ സമയം അവൾ ഏങ്ങി കരഞ്ഞു. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് തൻ്റെ മാറത്ത് വെച്ചിരുന്ന ഒരു സാങ്കല്പിക കടലാസ് എടുത്ത് സ്വയം വലിച്ചു കീറാൻ തുടങ്ങിയ ലൂസിയിൽ നിന്ന് പ്രൊഫസർ ഹെൽസിംഗ് അത് തട്ടിയെടുക്കുന്നതായും കീറി കാറ്റിൽ പറത്തുന്നതായും അഭിനയിച്ചു. എന്താണ് സംഗതിയെന്ന് ആർക്കും മനസ്സിലായില്ല. ലൂസിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നും നല്ല മാറ്റങ്ങളല്ല താനും. അവൾ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നതാണ് അവസ്ഥ. അവളുടെ നിഷ്കളങ്ക മിഴിയിലെ ആർദ്രതയ്ക്ക് പകരം വല്ലാത്തൊരു രൂക്ഷതയാണിപ്പോൾ ദൃശ്യമാകുന്നത്. അവളുടെ പല്ലുകൾ കൂടുതൽ കൂർത്തു വരുന്നുണ്ടോ എന്ന് സംശയം. സന്ധ്യയോടെ ആർത്തറെത്തി. അയാളോട് സംസാരിക്കാൻ പോലും അവൾ വല്ലാതെ ആയാസപ്പെടുന്നത് കണ്ടു. മീന ലൂസിക്ക് അയച്ച കത്ത്. സെപ്റ്റംബർ 17. എൻ്റെ പ്രിയപ്പെട്ട ലൂസി, നിനക്ക് കത്തയക്കാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ അവസ്ഥ അതായിരുന്നു. എൻ്റെയും ജോനാഥിൻ്റെയും വിവാഹശേഷം ഞങ്ങൾ താമസം മിസ്റ്റർ ഹോക്കിൻസിൻ്റെ ബംഗ്ലാവിലാക്കി. അദ്ദേഹമാണല്ലോ ജോനാഥിൻ്റെ രക്ഷകൻ. പക്ഷേ ഓർക്കാപ്പുറത്ത് അദ്ദേഹം മരിച്ചു. സർവ്വസ്വത്തുക്കളും ജോനാഥിൻ്റെ പേരിൽ എഴുതി വച്ചിട്ടാണ് അദ്ദേഹം നിര്യാതനായത്. അദ്ദേഹത്തിന് വേർപാടുണ്ടാക്കിയ വേദനയും കഴിഞ്ഞ യാത്രയിലെ ദുരനുഭവങ്ങളും ഒക്കെ കൂടി അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ അങ്ങോട്ട് ഉടനെ വരുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമെന്ന് കരുതുന്നു. ആർത്തറിനും നിനക്കും സുഖാശംസകൾ. സ്വന്തം മീന. അധ്യായം 8. ഡോക്ടർ സെവാർഡിൻ്റെ അസിസ്റ്റൻ്റ് നൽകിയ റിപ്പോർട്ട്. സെപ്റ്റംബർ 20. സർ, റെൻഫീൽഡിന് വീണ്ടും ഭ്രാന്തിളകി. നമ്മുടെ അടുത്തുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഇന്നലെ വൈകിട്ട് ഒരു വണ്ടി വന്നു. നമ്മുടെ ഗേറ്റിങ്ങിലെത്തിയപ്പോൾ അവർ വഴി ചോദിച്ചു. വഴി ചോദിക്കാൻ വന്നയാൾ റെൻഫീൽഡിൻ്റെ മുറിക്ക് മുന്നിലൂടെയാണ് അകത്തേക്ക് വന്നത്. നീ എൻ്റെ സർവ്വതും അപഹരിച്ചു, നിന്നെ ഞാൻ കൊല്ലും എന്നലറിക്കൊണ്ട് അയാളെ തുറിച്ചു നോക്കി. അയാൾ തിരിഞ്ഞു നിന്നെങ്കിലും റെൻഫീൽഡ് ഭ്രാന്തനാണെന്ന് കണ്ട് പ്രതികരിക്കാതെ പോയി. ആ വണ്ടിയിൽ കുറേ വലിയ പെട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർ മടങ്ങി വന്നപ്പോഴേക്കും ജനാലക്കമ്പി വളച്ച് അതിനിടയിലൂടെ പുറത്തു ചാടിയ റെൻഫീൽഡ് ഓടിച്ചെന്ന് വണ്ടിയിലുണ്ടായിരുന്ന ഒരാളെ വലിച്ചു താഴെയിട്ട് തലയിൽ കല്ലുകൊണ്ട് ഇടിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 പേർ ഓടിയെത്തി പിടിച്ചുമാറ്റാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അയാൾ ഉച്ചത്തിൽ ആക്രോശിച്ചു. എൻ്റെ പ്രഭുവിന് വേണ്ടി ഞാൻ പൊരുതും. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാമെന്ന് ആരും കരുതണ്ട. അതിനു മുൻപ് ഞാൻ അവരെ കൊന്നിരിക്കും, എൻ്റെ യജമാനന് വേണ്ടി. അയാളെ വീണ്ടും മുറിയിലടച്ചു. ഇപ്പോൾ ശാന്തനാണ്. വണ്ടിയിലുണ്ടായിരുന്നവർക്ക് മദ്യവും പണവും നൽകി സമാധാനപ്പെടുത്തി അയച്ചു. മറ്റൊന്നുമില്ല. അങ്ങയുടെ വിശ്വസ്തൻ പാട്രിക്. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 28. മരണങ്ങൾ ഒന്നൊന്നായി സംഭവിക്കുന്നു. ആദ്യം ലൂസിയുടെ അമ്മ, പിന്നെ ആർത്തറുടെ അച്ഛൻ. ഇനി ആരാണാവോ? പ്രൊഫസറെയും ആർത്തറെയും വിശ്രമിക്കാൻ അയച്ചിട്ട് ഇന്ന് ലൂസിയുടെ കാവൽ ഞാൻ ഏറ്റെടുത്തു. ലൂസി വാടി വീണ ഒരു പൂവ് പോലെ കിടക്കുന്നു. പ്രൊഫസർ അണിയിച്ച വെളുത്തുള്ളിപ്പൂ മാല അവളുടെ കഴുത്തിലുണ്ട്. അതിനും പുറമെ ജനാലപ്പടിയിലും കട്ടിലിനു ചുറ്റും ആ പൂക്കൾ അദ്ദേഹം വിതറിയിട്ടുണ്ട്. ലൂസിയുടെ മുഖത്ത് ശാലീനതയ്ക്ക് പകരം ആർദ്രഭാവമാണ് പ്രകടമാകുന്നത്. അവളുടെ കോമ്പല്ലുകൾക്ക് നീളവും കൂർമ്മതയും കൂടിയതുപോലെ. ജനലിനപ്പുറത്ത് ശബ്ദം കേട്ട് ഞാൻ നോക്കി. കടവാവൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അത് ജനലിൽ വന്ന് തട്ടുമ്പോഴൊക്കെ ലൂസി ഞെട്ടി ഉണർന്നു. അവൾ അസ്വസ്ഥയാകുകയും കഴുത്തിലെ മാല പൊട്ടിച്ചെറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു തവണ പൊട്ടിച്ചപ്പോൾ ഞാനത് വീണ്ടും കൂട്ടിക്കെട്ടി അവളെ അണിയിച്ചു. അവൾ ഉണർന്നപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്തു. ജീവിതത്തോട് ഒരു കാമനയും അവൾക്കുള്ളതായി തോന്നിയില്ല. എങ്കിലും ബോധമുള്ളപ്പോൾ അവൾ വെളുത്തുള്ളിപ്പൂക്കൾ മാറോട് ചേർത്ത് പിടിക്കും. ഉറക്കത്തിൽ പക്ഷേ വാശിയോടെ തട്ടിയെറിയുന്നതും കാണാം. പ്രൊഫസർ മുറിയിലേക്ക് കടന്നു വന്നു. ജനാല തുറന്നിട്ടിട്ട് അദ്ദേഹം അവളെ പരിശോധിച്ചു. നിരാശയോടെ അദ്ദേഹം പറഞ്ഞു, അവൾ മരിക്കുകയാണ്. ഇനി അവൾക്ക് ഏറെ സമയമില്ല. മരിക്കുന്നത് ഉറക്കത്തിലേക്കോ ജാഗ്രതത്തിലേക്കോ എന്നത് പ്രധാനമാണ്. ആർത്തറെ വിളിക്കുക, വേഗം. ഞാൻ ആർത്തറെ ഉണർത്തി വിളിച്ചുകൊണ്ടുവന്നു. ലൂസിയുടെ സ്ഥിതി അറിഞ്ഞ് അയാൾ മുഖം പൊത്തി കരഞ്ഞു. ആർത്തറെ കണ്ടതും ലൂസി പ്രേമപരവശയായി മൊഴിഞ്ഞു. എൻ്റെ പ്രിയനെ, അങ്ങ് വന്നല്ലോ. എനിക്ക് വലിയ സന്തോഷമായി. വരൂ, അടുത്തു വരൂ. പ്രേമപരവശനായി ആർത്തർ കുനിഞ്ഞ് അവളെ ചുംബിക്കാനൊരുങ്ങിയപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് അയാളെ തടഞ്ഞു. അരുത്, അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ താങ്കൾ അവളുടെ കൈ പിടിച്ചാൽ മതി. അതവൾക്ക് സാന്ത്വനമേകും. ആർത്തർ അവളുടെ കൈത്തലം കയ്യിലെടുത്ത് തലോടി. ലൂസിയുടെ മുഖഭാവം ഒരു മാലാഖയുടേതുപോലെ പവിത്രമായി. അവൾ മെല്ലെ മെല്ലെ ഉറക്കത്തിലാണ്ടുപോയി. എങ്കിലും തലേ രാത്രിയിൽ ഉണ്ടായതുപോലെയുള്ള ശ്വാസതടസ്സം അവൾക്കുണ്ടായി.
അവൾ ഉണർന്ന് വാ തുറന്നപ്പോൾ കൂർത്ത മൂർത്ത കോമ്പല്ലുകൾ പ്രത്യക്ഷമായി. ആർത്തർ അത് ശ്രദ്ധിച്ചിരിക്കില്ല. അയാളോട് ലൂസി അപേക്ഷിച്ചു, "പ്രിയപ്പെട്ട ആർത്തർ, എനിക്കൊരു ചുടുചുംബനം തരൂ." ഇത് കേട്ട് ആവേശഭരിതനായ ആർത്തർ അവളെ ചുംബിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രൊഫസർ സർവ്വശക്തിയും സംഭരിച്ച് അയാൾ തള്ളി മാറ്റി. "അരുത്, നിങ്ങളുടെയും അവളുടെയും നന്മയെ ചൊല്ലി ഞാൻ അപേക്ഷിക്കുകയാണ്, അരുത്. ലൂസിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്." കാര്യം മനസ്സിലാകാതെ ആർത്തർ അമ്പരന്നു. ലൂസിയുടെ മുഖത്താകെ കോപം കത്തിജ്വലിക്കുകയായിരുന്നു. അവൾ പല്ലുകൾ കൂട്ടിയിരക്കി. പക്ഷേ സാവധാനം ആ ഭാവം മാറി. അവളുടെ മുഖത്ത് ശാന്തത പടർന്നു. അവൾ പ്രൊഫസറുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "എനിക്കറിയാം, അങ്ങ് എൻ്റെയും ആർത്തറിൻ്റെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു നല്ല സുഹൃത്താണ്. എൻ്റെ ആർത്തറിനെ അങ്ങ് തന്നെ രക്ഷിക്കണം. എനിക്ക് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടതും അങ്ങ് ചെയ്യണം." "തീർച്ചയായും മോളെ, നിൻ്റേതല്ലാത്ത കുറ്റത്താൽ നീയും ആർത്തറും ശിക്ഷിക്കപ്പെട്ടുകൂടാ. അതിനു വേണ്ടത് ഞാൻ ചെയ്യുമെന്ന് നിനക്കിതാ വാക്ക് തരുന്നു." തുടർന്ന് പ്രൊഫസർ ആർത്തറോട് പറഞ്ഞു, "ഇനി നിങ്ങൾക്ക് ലൂസിയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കാം." ആർത്തർ പ്രേമാദരനായി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ നിമിഷം അവളുടെ ചലനവും നിലച്ചു. അത് മനസ്സിലാക്കിയ ആർത്തർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നിലുണ്ടായിരുന്ന സോഫയിലേക്ക് തളർന്നു വീണു. ലൂസി കിടക്കുന്നത് കണ്ടാൽ അതൊരു ജീവനറ്റ ശരീരമാണെന്ന് തോന്നുകയില്ല. ജീവൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിലും ഏറെ സൗന്ദര്യവും ഐശ്വര്യവും ഇപ്പോൾ ആ മുഖത്ത് കാണാം. ചുവന്നു തൊടുത്ത് ഒരു മാലാഖയെപ്പോലെ അവൾ കിടക്കുന്നത് കണ്ടപ്പോൾ ഹൃദയം വല്ലാതെ തുടിച്ചു. പ്രൊഫസർ ഒരു ചെറിയ പൊന്നിൻ കുരിശ് അവളുടെ ചുണ്ടുകൾക്ക് മീതെ വെച്ചു. ദേഹമാകെ വെളുത്തുള്ളിപ്പൂക്കൾ വിതറുകയും ചെയ്തു. "നാളെ പോസ്റ്റ്മോർട്ടം നടത്തണം," പ്രൊഫസർ എന്നോട് പറഞ്ഞു. അമ്പരപ്പോടെ ഞാൻ ചോദിച്ചു, "എന്തിന്? മരണകാരണം നമുക്കറിയാമല്ലോ. പിന്നെന്തിനാണ് ഈ സുന്ദര ശരീരം കീറിമുറിച്ച് വികൃതമാക്കുന്നത്?" "അത് വേണം. അവളുടെ ശിരസ് മുറിച്ചു മാറ്റണം. ഹൃദയം ചൂഴ്ന്നെടുക്കണം. എല്ലാവരും ഉറങ്ങിയ ശേഷം നമുക്കിരുവർക്കും കൂടി അത് ചെയ്യാം. പിന്നീട് പെട്ടിയിലാക്കിയാൽ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ല." അത് കേട്ടപ്പോൾ എനിക്ക് കോപവും സങ്കടവും നിരാശയും ഒന്നിച്ചു തോന്നി. എന്തൊരു പൈശാചികതയാവും അത്! എന്തിനാണ് ആ മനോഹര ശരീരത്തിൽ ഈ ക്രൂരതയൊക്കെ ചെയ്യുന്നത്? "മിസ്റ്റർ സെവാർഡ്, എത്രയോ കാലമായി നിങ്ങൾ എന്നെ അടുത്തറിയുന്നതല്ലേ? കാരണമില്ലാതെ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താങ്കളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്കുമുണ്ട് വികാരങ്ങൾ. പക്ഷേ ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായും ശരിയാണെന്ന് എനിക്കുറപ്പുണ്ട്. മരണശയ്യയിൽ എൻ്റെ കൈ പിടിച്ച് ലൂസി ആവശ്യപ്പെട്ടത് ആത്മശാന്തിയല്ലേ? അതവൾക്ക് പ്രദാനം ചെയ്തേ മതിയാവൂ. അതിന് വിചിത്രമെന്ന് തോന്നാനിടയുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്തേ തീരൂ. ആർത്തറിൻ്റെ രക്ഷയ്ക്കും അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം. എനിക്ക് തുണയാകണം. ഏറെ നിഗൂഢതകളുള്ള ഈ പ്രവൃത്തികളിൽ സഹായിക്കാമെന്നും ഒപ്പം നിൽക്കാമെന്നും ഞാൻ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു." പിന്നീട് ഞങ്ങൾ മുറിക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു വേലക്കാരി അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. അല്പം നടുവ് ചായ്ക്കാൻ കിടന്ന ഞാൻ മയങ്ങിപ്പോയി. പ്രൊഫസറാണ് എന്നെ തട്ടിയുണർത്തിയത്. "ഇനി പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട." "അതെന്താ? അങ്ങ് മനസ്സ് മാറ്റിയോ?" "നമ്മൾ വൈകിപ്പോയി," പ്രൊഫസർ വിഷാദമഗ്നനായി പറഞ്ഞു. "അങ്ങ് എന്താണ് പറയുന്നത്?" കയ്യിലിരുന്ന ചെറിയ സ്വർണ്ണക്കുരിശ് കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, "ലൂസിയുടെ മുഖത്ത് ഒരു രക്ഷാകവചമായി ഞാൻ വച്ചിരുന്ന ഈ കുരിശ് ഒരു വേലക്കാരി മോഷ്ടിച്ചു. അവളുടെ ദുരാഗ്രഹം മൂലം തകർന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണുകയേ നമുക്ക് മാർഗമുള്ളൂ." എനിക്ക് വാസ്തവത്തിൽ അപ്പോഴും ഒന്നും വ്യക്തമായിരുന്നില്ല. ഉച്ചയോടെ നിയമജ്ഞൻ വന്നു. ലൂസിയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച ഒരു രേഖയുണ്ടാക്കി. ആർത്തറിനും അവളുടെ ഒരു അകന്ന ബന്ധുവിനുമാണ് അവ ലഭിക്കുക. തുടർന്ന് ലൂസിയുടെ മുറിയിലെത്തിയ ആർത്തർ അവളുടെ വശ്യ സൗന്ദര്യം വീക്ഷിച്ച് ചോദിച്ചു പോയി, "സർ, ഇവൾ ശരിക്കും മരിച്ചോ?" ആർത്തറുടെ സംശയം എനിക്കുമുണ്ടായി. അത്രമാത്രം ചൈതന്യവത്തായിരുന്നു ആ മൃതദേഹം. പ്രൊഫസർ ആർത്തറോട് പറഞ്ഞു, "ആർത്തർ, നിങ്ങളാണിനി ലൂസിയുടെ അനന്തരാവകാശി. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, അവളുടെ കുറിപ്പുകളോ ഡയറിയോ ഒന്നും ഇനി മറ്റാരും കാണാൻ പാടില്ല. അവയെല്ലാം എന്നെ ഏൽപ്പിക്കണം." "ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യപ്പെടും. പ്രൊഫസർ, അങ്ങയുടെ ഏത് തീരുമാനവും ഞാൻ നിരുപാധികം അനുസരിക്കും," ആർത്തർ വിനയാന്വിതനായി പറഞ്ഞു. മീനയുടെ ഡയറി. സെപ്റ്റംബർ 22. ഞാനും ജോനാഥനും കൈകോർത്ത് പിടിച്ച് പിക്കാഡില്ലിയിലേക്ക് നടക്കുമ്പോഴാണ് ജോനാഥനെ നടക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഞങ്ങളുടെ മുന്നിൽ ഓടുന്ന ഒരു കുതിരവണ്ടിയിൽ സുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. അവളെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മെലിഞ്ഞു ഉയരം കൂടിയ ഒരു മനുഷ്യൻ നടക്കുന്നുണ്ട്. വെളുത്ത മൂക്ക്, കറുത്ത മീശ, കൂർത്ത താടി, രക്തത്തുടിപ്പാർന്ന ചുണ്ടുകൾ. അയാൾ ശരീരമാസകലം മൂടുന്ന ഒരു കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അയാളെ കണ്ടതും ഒരു ഞെട്ടലോടെ ജോനാഥൻ എൻ്റെ കൈത്തലം പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു, "അതവനാണ്. അവൻ തന്നെയാണത്." "ആര്? ആരാണത്?" ഞാൻ ജിജ്ഞാസയോടെ ചോദിച്ചു. "അതാണ് പ്രഭു, ഡ്രാക്കുള പ്രഭു." "അതെ, അതവൻ തന്നെ, സംശയമില്ല." അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാകുന്നത് കണ്ട് ഞാൻ എന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രീൻ പാർക്കിലേക്ക് നടന്നു. അവിടെ ഞങ്ങൾ അല്പനേരം വിശ്രമിച്ചു.
ജോനാഥൻ എൻ്റെ തോളിൽ തലചായ്ച്ച് മയങ്ങി. നന്നായി ഉറങ്ങട്ടെ എന്ന് കരുതി ഞാൻ അനങ്ങാതെയിരുന്നു. കുറേ നേരം ഉറങ്ങി ഉണർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈവശ്യം കുറേ മാറിയിരുന്നു. കഴിഞ്ഞ വിദേശയാത്ര അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാലേ കൂടുതൽ വലിയ ഷോക്കുകൾ പെടാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയൂ. വീട്ടിലെത്തിയപ്പോൾ വലിയ ദുഃഖവാർത്തയാണ് കാത്തിരുന്നത്. ലൂസിയും അമ്മയും ഈ ലോകം വിട്ടു പോയിരിക്കുന്നു. ദൈവമേ, അവൾക്ക് നിത്യശാന്തി നൽകണമേ. പത്രവാർത്ത. വെസ്റ്റ് മിനിസ്റ്റർ ഗസറ്റ്, സെപ്റ്റംബർ 25. വിചിത്രങ്ങളായ വാർത്തകളാണ് ഹാംസ്റ്റഡിനും സമീപ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ രാത്രിയിൽ കാണാതാകുന്നു. വീട്ടിൽ നിന്നും സ്വമേധയായി ഇറങ്ങിയ അവർ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നു. പല കുട്ടികളും തിരിച്ചു വരാറില്ല. വരുന്നവർ പറയുന്നതാകട്ടെ അവർ സുന്ദരിയായ ഒരു ചേച്ചിയോടൊപ്പമാണ് പോയതെന്നാണ്. എല്ലാ കുട്ടികളുടെയും തൊണ്ടയിൽ ഒരേ മാതിരിയുള്ള ചെറിയ മുറിപ്പാടുകൾ കാണുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പൂച്ചയോ മറ്റോ മാന്തിയ മട്ടിലാണ് അവയെങ്കിലും എല്ലാം ഒരേ മട്ടിലാണത്രേ കാണപ്പെടുന്നത്. അധ്യായം 9. മീനയുടെ ഡയറി, സെപ്റ്റംബർ 23. ജോനാഥൻ ഇപ്പോൾ ഏറെ ആരോഗ്യവാനായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എവിടെയോ ജോലി ചെയ്യുന്നുമുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാറില്ല. അതുകൊണ്ട് എനിക്ക് കാര്യമായ പണിയൊന്നുമില്ല. ജോനാഥൻ അന്ന് എന്നെ ഏൽപ്പിച്ച ഡയറി ഒന്ന് എടുത്ത് വായിക്കാമെന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ 24. ദൈവമേ, ആ ഡയറി വായിച്ച് ഞാൻ വിറങ്ങലിച്ചിരുന്നു പോയി. എത്ര ക്രൂരവും ഭയാനകവുമായ അനുഭവങ്ങളാണ് ജോനാഥനുണ്ടായത്. ഡയറിയിലെ സൂചനകൾ വച്ച് നോക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ട മനുഷ്യൻ ഡ്രാക്കുളയാകാനാണ് സാധ്യത. ആ ഭീകര രക്തരക്ഷസ് ലണ്ടൻ നഗരത്തിൽ സ്വതന്ത്രമായി വിളയാടിയാൽ ഉണ്ടാകാവുന്നത് എത്ര ഭയാനകങ്ങളായ സംഭവങ്ങളായിരിക്കും. അയാളെ ആര് തടയും? എങ്ങനെ തടയും? പ്രേതം മനുഷ്യർക്കൊപ്പം കഴിയുക ഭയങ്കരം തന്നെ. ഏതായാലും ഈ ഡയറി കുറിപ്പുകൾ ഞാൻ ടൈപ്പ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. എപ്പോഴെങ്കിലും ആവശ്യം വന്നേക്കാം. പ്രൊഫസർ വാൻ ഹെൽസിംഗ് മീനയ്ക്ക് അയച്ച കത്ത്, സെപ്റ്റംബർ 24. പ്രിയ സഹോദരി, ഞാൻ ലൂസിയെ ചികിത്സിച്ച വ്യക്തിയാണ്. അവളുടെ മരണവാർത്ത നിങ്ങളെ അറിയിക്കാനുള്ള ദുര്യോഗം ഉണ്ടായതും എനിക്ക് തന്നെ. നിങ്ങൾ ലൂസിക്ക് അയച്ച കത്തുകളെല്ലാം ഞാൻ വായിച്ചു. നിങ്ങൾ ഇരുവരുടെയും സൗഹൃദത്തിൻ്റെ ദാർഢ്യവും നൈർമല്യവും ഞാനവയിൽ കണ്ടു. ആർത്തറും ഡോക്ടർ സെവാർഡും എൻ്റെ സുഹൃത്തുക്കളാണ്. അവിശ്വസനീയവും അപകടകരവുമായ ചില സംഭവവികാസങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ തന്നെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇക്കാര്യത്തിൽ മീനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. നിങ്ങളുടെ ഭർത്താവിൻ്റെ അനുഭവങ്ങളുമായും ഈ സംഭവങ്ങൾക്ക് ബന്ധമുണ്ടാവാം. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അത് അദ്ദേഹത്തിന് മറ്റൊരു ഷോക്കായെന്ന് വരാം. നമുക്ക് തമ്മിൽ ഉടനെ കാണണം. ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട്. സ്നേഹപൂർവ്വം, ഡോക്ടർ വാൻ ഹെൽസിംഗ്. മീനയുടെ ഡയറി, സെപ്റ്റംബർ 25. 2 മണിയോടെയാണ് പ്രൊഫസർ വാൻ ഹെൽസിംഗ് എന്നെ കാണാൻ വന്നത്. വന്നു കയറിയതും ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, ഇഷ്ടത്തോഴി ലൂസിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ മീനയെ കാണാൻ വന്നത്. മനസ്സിലായി സർ, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. മീന ലൂസിക്ക് അയച്ച കത്തുകളെല്ലാം ഞാൻ വായിച്ചു. അവളുടെ ഡയറിയും പരിശോധിച്ചു. ലൂസിയെ ചില സന്ദർഭങ്ങളിൽ മീനയാണ് രക്ഷിച്ചതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം വിശദമായി അറിയാനാണ് ഞാൻ വന്നത്. അതിനൊരു വിഷമവുമില്ല. ഞാൻ എല്ലാം ടൈപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കടലാസുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ കാപ്പി എടുക്കാൻ പോയി. കാപ്പിയുമായി മടങ്ങിയെത്തിയപ്പോഴേക്കും അതെല്ലാം അദ്ദേഹം വായിച്ചു തീർത്തിരുന്നു. വികാരഭരിതനായി അദ്ദേഹം പറഞ്ഞു, മോളെ, നീ മനുഷ്യകുലത്തിന് തന്നെ ചെയ്ത ഏറ്റവും മഹാസേവനമാണ് ഈ കുറിപ്പിൽ. നീ വിചാരിക്കാത്തത്ര വലിയ സഹായമാണ് ഇത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. ഇതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആട്ടെ, ജോനാഥന് ഇപ്പോൾ എങ്ങനെയുണ്ട്? അദ്ദേഹം സുഖമായിരിക്കുന്നു. എങ്കിലും ഹോക്കിൻസിൻ്റെ മരണത്തിൽ അദ്ദേഹം ദുഃഖിതനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പട്ടണത്തിൽ വെച്ച് കണ്ട ഒരു വിചിത്ര മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ട്. തുടർന്ന് ഞാൻ ടൈപ്പ് ചെയ്തു വച്ചിരുന്ന ജോനാഥൻ്റെ ഡയറി കുറിപ്പുകളെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ഒപ്പം ഈ മാനസിക വ്യതകളിൽ നിന്നും ജോനാഥനെ രക്ഷിക്കണമെന്ന് പ്രൊഫസറോട് അപേക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ആ കടലാസുകളുമായി പോയി. പ്രൊഫസർ മീനയ്ക്ക് അയച്ച കത്ത്, സെപ്റ്റംബർ 26. പ്രിയപ്പെട്ട മീന, അത്യത്ഭുതകരമായ ആ ഡയറി പൂർണ്ണമായും ഞാൻ വായിച്ചു. വിചിത്രമെന്ന് തോന്നാമെങ്കിലും ജോനാഥൻ എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണ്, സംഭവിച്ചതുമാണ്. എനിക്കതിൽ സംശയമേയില്ല. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ ജീവിതം തന്നെ സമർപ്പിച്ച വ്യക്തിയാണ് ഞാൻ. ജോനാഥൻ അപാര ധൈര്യശാലിയാണ്. അവിടെ അദ്ദേഹം നടത്തിയ അന്വേഷണ പരീക്ഷണങ്ങളെല്ലാം ധീരനായ ഒരു പുരുഷന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമണ്ഡലത്തിനോ ഹൃദയ വ്യാപാരങ്ങൾക്കോ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തെ നേരിൽ കാണാൻ ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. പറഞ്ഞേക്കുക. സ്നേഹപൂർവ്വം, വാൻ ഹെൽസിംഗ്. ജോനാഥൻ്റെ ഡയറി, സെപ്റ്റംബർ 26. ഞാൻ വീണ്ടും ഡയറി എഴുതുകയാണ്. ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ പ്രൊഫസർ വാൻ ഹെൽസിംഗ് വന്നതും അദ്ദേഹത്തിന് എൻ്റെ ഡയറി ഏൽപ്പിച്ചതും മീന പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ കത്തിൽ എൻ്റെ അനുഭവങ്ങൾ മിഥ്യയല്ല യാഥാർത്ഥ്യമാണെന്ന് എഴുതി കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ധൈര്യം വർദ്ധിച്ചു. പ്രൊഫസർ എന്നെ കാണാൻ വന്നപ്പോൾ അത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ദുഷ്ടശക്തികൾക്കെതിരെയുള്ള ഏത് പോരാട്ടത്തിനും ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാവും. എൻ്റെ പക്കലുണ്ടായിരുന്ന മറ്റു കടലാസുകളും തലേ ദിവസത്തെ പത്രവുമൊക്കെ ഞാൻ അദ്ദേഹത്തിന് നൽകി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം പത്രം മറിച്ചു നോക്കുന്നതിനിടയിൽ ഒരു വാർത്ത അദ്ദേഹത്തെ നടുക്കി. അദ്ദേഹം വികാരധീനനായി പറഞ്ഞു, ദൈവമേ, ഇത്ര വേഗം അത് സംഭവിച്ചോ? കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ കഴിയും മുൻപ് അദ്ദേഹത്തിൻ്റെ വണ്ടി വന്നു. അദ്ദേഹം അതിൽ കയറി പോവുകയും ചെയ്തു. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 27. പ്രൊഫസർ വെസ്റ്റ് മിനിസ്റ്റർ ഗസറ്റിൻ്റെ തലേന്നത്തെ പത്രത്തിൽ ഒരു പ്രത്യേക വാർത്ത എന്നെ കാണിച്ചു തന്നു. രാത്രിയിൽ കുട്ടികൾ വീട് വിട്ട് ഇറങ്ങി അലയുന്നതും ഏതോ ഒരു ചേച്ചിയുടെ കൂടെയാണ് പോയതെന്ന് പറഞ്ഞതുമായ ആ വാർത്ത ഞാനും കണ്ടിരുന്നു. ആ കുട്ടികളുടെ എല്ലാം തൊണ്ടയിൽ ഒരേപോലെയുള്ള മുറിപ്പാട് കണ്ടു എന്ന കാര്യം എന്നെ നടുക്കി. ഇതേമാതിരിയുള്ള മുറിപ്പാടുകളാണല്ലോ ലൂസിയുടെ കഴുത്തിലും കണ്ടിരുന്നത് എന്ന് ഞാൻ പ്രൊഫസറോട് ചോദിച്ചു. അതെ, പക്ഷേ എന്തുകൊണ്ടാണ് ആ മുറിവുകൾ ഉണ്ടാകുന്നതെന്ന് താങ്കൾക്ക് ഊഹിക്കാൻ കഴിയുമോ? പ്രൊഫസർ എന്നോട് ചോദിച്ചു. എനിക്കൊന്നും വ്യക്തമായി കിട്ടുന്നില്ല. താങ്കൾക്ക് എന്തു തോന്നുന്നു? അതിരിക്കട്ടെ, ലൂസിയുടെ മരണകാരണം എന്തായിരിക്കാമെന്നാണ് താങ്കൾ കരുതുന്നത്? രക്തം അമിതമായി നഷ്ടപ്പെട്ടത് മൂലമാണ് അവളുടെ മരണം സംഭവിച്ചത്, അല്ലേ? അതെ, പക്ഷേ എങ്ങനെ രക്തം നഷ്ടപ്പെട്ടു? ഞാനൊന്നും പറഞ്ഞില്ല. പറയാൻ മാത്രം എനിക്കൊന്നും അറിയുകയുമില്ലായിരുന്നു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ എല്ലാം കാണുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ലെന്നതാണ് സത്യം. എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാത്ത അഥവാ അറിയാമെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകാത്ത പലതും നമുക്ക് ചുറ്റും നടമാടുന്നുണ്ട്. യുക്തി കൊണ്ട് അവയെ അളക്കാനാവില്ല. കൂടുവിട്ട് കൂടുമാറൽ, പരഹൃദയജ്ഞാനം, പ്രേതങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾക്കതൊന്നും വിശ്വാസമുണ്ടാവില്ല. അതിരിക്കട്ടെ, ഹിപ്നോട്ടിസത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വിദ്യയാണല്ലോ. ശരി, നമുക്ക് ലൂസിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. നല്ല ആരോഗ്യവതിയായ സുന്ദരിയായ യുവതിയായിരുന്നല്ലോ അവൾ. പെട്ടെന്ന് വ്യക്തമായ ഒരു കാരണവുമില്ലാതെ രക്തം നഷ്ടപ്പെട്ട് അവൾ അവശയായി പോകുന്നു. നാം 3 പുരുഷന്മാരുടെ രക്തം അവളുടെ ശരീരത്തിൽ കയറ്റി. അതൊന്നും പ്രയോജനപ്പെട്ടില്ല. അവസാന തുള്ളി രക്തവും നഷ്ടപ്പെട്ട് വിളറി വിളർത്താണ് അവൾ മരിച്ചത്. അതെങ്ങനെ സംഭവിച്ചു? പടിഞ്ഞാറൻ സമുദ്രത്തിലെ ചില ദ്വീപുകൾക്കടുത്തുകൂടി പോകുന്ന കപ്പലുകളുടെ മുകൾ തട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആരോഗ്യവാന്മാരായ കപ്പൽ ജോലിക്കാരുടെ രക്തം ഒരുതരം കടവാവലുകൾ വന്ന് ഊറ്റിക്കുടിക്കുമത്രേ. നേരം പുലരുമ്പോൾ അവർ മരിച്ചു കിടക്കും, ലൂസി കിടന്നത് പോലെ. ദൈവമേ, ലൂസിയെയും അങ്ങനെയൊരു രക്തരക്ഷസ് കൊന്നതാണെന്നാണോ അങ്ങ് കരുതുന്നത്? ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യരെക്കാളും കൂടുതൽ ആയുസ് ആമകൾക്കും ആനകൾക്കുമുണ്ട്. വനാന്തരങ്ങളിലെ ഗുഹാവാസികളായ മനുഷ്യർക്കും ദീർഘായുസാണ്. ഇന്ത്യയിലെ യോഗ്യന്മാർ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമാണ് മരണം വരിക്കുന്നത്. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? പറയാം. അസംഭവ്യങ്ങൾ എന്ന് നാം കരുതുന്ന പലതും സംഭവ്യങ്ങളാണ്. മുൻവിധിയില്ലാത്ത വസ്തുതകളെ സമീപിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രയുക്തി പ്രായോഗികമായില്ലെന്ന് വരാം. ഇപ്പോൾ പത്രത്തിൽ കണ്ട വാർത്ത നോക്കുക. രാത്രി കുട്ടികൾ അലഞ്ഞു തിരിയുന്നു. അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതോ സുന്ദരിയായ ഒരു യുവതിയും. കുട്ടികളുടെയൊക്കെ തൊണ്ടയിൽ ഒരേപോലെയുള്ള മുറിപ്പാടുകൾ കാണുന്നു. എങ്ങനെ ആ മുറിവുണ്ടായെന്നാണ് താങ്കൾ കരുതുന്നത്? ആ കുട്ടികളുടെ കഴുത്തിലെ മുറിവും ലൂസിയുടെ കഴുത്തിൽ കണ്ട മുറിവും ഒരേപോലെയായ സ്ഥിതിക്ക് ഇതെല്ലാം ചെയ്യുന്നത് ഒരേ ദുഷ്ടശക്തി തന്നെയാവും. ഏതെങ്കിലും ശക്തിയല്ല. നമ്മുടെ ലൂസിയാണ് കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ ആ മുറിവുണ്ടാക്കിയത്. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ലൂസിയാണ് മുറിവുണ്ടാക്കിയതെന്നോ? അങ്ങയ്ക്ക് ബുദ്ധിഭ്രമം ബാധിച്ചോ? ഞാൻ അസ്വസ്ഥനായി പ്രൊഫസറോട് അല്പം രൂക്ഷമായി സംസാരിച്ചു. എങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് ഭ്രാന്തായിരുന്നെങ്കിൽ ഇത്തരം നടുക്കമുളവാക്കുന്ന സത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഒരു കാലത്ത് ഡോക്ടർ സെവാർഡ് താങ്കളും ലൂസിയെ സ്നേഹിച്ചിരുന്നതും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പരമാവധി മയപ്പെടുത്തി ഈ സത്യം ഞാൻ താങ്കളോട് പറയുന്നത്. പക്ഷേ പറയാതെ വയ്യ, കാരണം അത് പരമമായ സത്യമാകുന്നു. ആ സത്യം ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഇന്ന് രാത്രി താങ്കൾ എന്നോടൊപ്പം സെമിത്തേരിയിലേക്ക് വരാമോ? പ്രൊഫസർ എന്നെ തറപ്പിച്ചു നോക്കി. എനിക്ക് വല്ലാത്തൊരു അസ്വാസ്ഥ്യവും ഭയവും തോന്നി. എന്താണാവോ അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്? അസാധാരണവും അതിഭീകരവുമായ ഒരു പരീക്ഷണം നടത്താനാണ് പ്രൊഫസർ എന്നെ ഒപ്പം വിളിക്കുന്നത്. തീർച്ചയായും അതിഭൗതിക ശക്തികളിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഒപ്പം പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പ്രൊഫസറല്ലേ വിളിക്കുന്നത്? വൈകുന്നേരം ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർമാരോട് കുട്ടികളുടെ കഴുത്തിലെ മുറിവ് എങ്ങനെ ഉണ്ടായതാണെന്ന് വ്യക്തമായോ എന്ന് അന്വേഷിച്ചു. അവർക്കും യാതൊരു കൃത്യവുമായ നിഗമനത്തിലും എത്താൻ കഴിയുന്നില്ല. എലിയോ കടവാവലോ കടിച്ചതാകാം എന്നായിരുന്നു അവരുടെ ഊഹം. ഏതായാലും എല്ലാം കൂടി കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഇതിനെല്ലാം എന്തോ അസാധാരണത്വം തോന്നുന്നു.
ഒരു ചെന്നായ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ചാടിപ്പോയ വാർത്ത വന്നതിന് ശേഷമാണ് കുട്ടികളുടെ രാത്രി സഞ്ചാരം തുടങ്ങിയത്. കുട്ടികളെല്ലാവരും പറയുന്നത് ഒരു ചേച്ചിയോടൊപ്പം പോയി എന്നുമാണല്ലോ. ഒരു ഡോക്ടർ ഇപ്രകാരം പറഞ്ഞപ്പോൾ പ്രൊഫസർ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, അസാധാരണമാണിതൊക്കെ. എന്തായാലും മാതാപിതാക്കളോട് കുട്ടികളെ കർശനമായി ശ്രദ്ധിക്കാൻ നിർദ്ദേശിക്കണം. ഒരിക്കൽ പോയ കുട്ടികൾ ഇനി ഒരിക്കൽ കൂടി പോകാനിടയായാൽ ഫലം ഗുരുതരമായിരിക്കും. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നീട് നേരെ പോയത് സെമിത്തേരിയിലേക്കാണ്. മതിൽ ചാടി ഞങ്ങൾ അകത്തു കടന്നു. കൂരിരുട്ടിൽ ലൂസിയുടെ ശവകുടീരം കണ്ടെത്താൻ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടി. പ്രൊഫസർ കൈവശം കരുതിയിരുന്ന മെഴുകുതിരികൾ കത്തിച്ച് കല്ലറയുടെ പല കോണുകളിലായി സ്ഥാപിച്ചു. തുടർന്ന് അദ്ദേഹം മേൽപ്പാളി നിരക്കി മാറ്റിയിട്ട് ശവപ്പെട്ടിയുടെ മൂടിയും തുറന്നു മാറ്റി. ഒരാഴ്ച മുൻപ് മറവ് ചെയ്ത മൃതദേഹം അഴുകിയ ദുർഗന്ധമൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. പ്രൊഫസർ ഒരു മെഴുകുതിരി എടുത്ത് ശവപ്പെട്ടിയുടെ മുകളിൽ ഉയർത്തിക്കാട്ടി. ഞാൻ അന്തം വിട്ടു നിന്നു. ലൂസിയുടെ മൃതദേഹം അതിലില്ല, വെറും കാലിപ്പെട്ടി. ദൈവമേ, എന്താണിത്? അപ്പോൾ പ്രൊഫസർ എന്നോട് ചോദിച്ചു, സുഹൃത്തെ, ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായോ? ലൂസിയാണ് രാത്രി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ചോര കുടിക്കുന്നതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ സമ്മതിക്കുമോ? ശവം പെട്ടിയിലില്ല എന്നത് ശരി തന്നെ, പക്ഷേ അത് ആരെങ്കിലും എടുത്തു മാറ്റിയതാണെങ്കിലോ? ഞാൻ സംശയം ഉന്നയിച്ചു. ഓഹോ, നിങ്ങൾക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. കൂടുതൽ തെളിവുകൾ വേണം അല്ലേ? ശരി, വരൂ. ഇങ്ങനെ പറഞ്ഞിട്ട് കല്ലറ പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ട് അദ്ദേഹം എന്നെയും കൂട്ടി അല്പം നടന്നു. എന്നിട്ട് സെമിത്തേരിയിൽ ഒരിടത്ത് എന്നെ ഇരുത്തി ചുറ്റും സശ്രദ്ധം നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൽ എങ്ങോട്ടോ പോയി. ഞാൻ ശരിക്കും പേടിച്ചുപോയി. എത്ര പുരോഗമനം പറഞ്ഞാലും ശവക്കോട്ടയ്ക്കുള്ളിൽ അർദ്ധരാത്രിയിൽ തനിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വിവരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ ഒരു വെളുത്ത രൂപം നടന്നെടുക്കുന്നത് ഞാൻ കണ്ടു. പിന്നാലെ ഒരു കറുത്ത രൂപവും. 2 രൂപങ്ങളും ലൂസിയുടെ ശവക്കല്ലറയ്ക്കടുത്തെത്തി. പൊടുന്നനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. രണ്ടും കൽപ്പിച്ചു ഞാൻ വേഗം എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. അപ്പോൾ പ്രൊഫസർ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചപ്പോൾ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ മുറിവൊന്നും കണ്ടില്ല. നാം കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് പാവം ഈ പിഞ്ചുകുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ സെമിത്തേരിക്ക് പുറത്തേക്ക് നടന്നു. മെയിൻ റോഡിൽ ബീറ്റ് പോലീസുകാർ കാണത്തക്ക വിധം കുഞ്ഞിനെ കിടത്തിയിട്ട് ഞങ്ങൾ മാറി നിന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു പോലീസുകാരൻ വന്നു. അയാൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി എന്ന് ഉറപ്പാക്കിയിട്ട് ഞങ്ങൾ മടങ്ങി. സെപ്റ്റംബർ 27 കഴിഞ്ഞ രാത്രിയിലും ഞങ്ങൾ ശവക്കോട്ടയിൽ പോയി. ശവപ്പെട്ടിയുടെ മൂടി തുറന്നിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി. അത്ഭുതം, ലൂസി യഥാ അതിനുള്ളിൽ കിടക്കുന്നു. 6-7 ദിവസം പഴകി അഴുകിയ മൃതദേഹമല്ല, അത്യധികം സുന്ദരിയായി ഉറങ്ങുന്ന ലൂസിയുടെ ശരീരം. അവളുടെ ചുണ്ടുകൾ തുടുത്തു ചുവന്നിരിക്കുന്നു. പ്രൊഫസർ ആ ചുണ്ടുകൾ ലേശം പിളർത്തിയപ്പോൾ ഇരുവശത്തും ദംഷ്ടകൾ പോലെ കൂർത്തുമൂർത്ത പല്ലുകൾ കണ്ടു. ഈ പല്ലുകൾ ഉപയോഗിച്ചാണ് ഇവൾ ചെറിയ കുട്ടികളുടെ കഴുത്തിൽ മുറിവുണ്ടാക്കി രക്തം കുടിച്ചത്. ഇവളുടെ കഴുത്തിലും ഒരു രക്തരക്ഷസ് ഇതുപോലെ മുറിവുണ്ടാക്കിയാണ് രക്തം ഊറ്റി കുടിച്ചിരുന്നത്. അബോധാവസ്ഥയിലായിരുന്നതുകൊണ്ട് അവളത് അറിഞ്ഞില്ല. അവൾ മരിച്ചതും അബോധാവസ്ഥയിലാണ്. ഇതിനി തുടരാൻ അനുവദിച്ചുകൂടാ. ഒരു രക്തരക്ഷസായി അലയാൻ അവളും ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് മുക്തി കൊടുക്കണമെന്ന് എന്നോട് അവൾ പറഞ്ഞതും ഓർമ്മയുണ്ടല്ലോ. അതാണിനി നമ്മുടെ കടമ. പക്ഷേ അതിന് വളരെ ക്രൂരമെന്ന് തോന്നുന്ന ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവളുടെ ശിരസ് മുറിച്ചു മാറ്റണം. ഹൃദയത്തിൽ ഒരു കുന്തം കുത്തിയിറക്കണം. ശരീരം മുഴുവൻ വെളുത്തുള്ളിപ്പൂക്കൾ കൊണ്ട് മൂടണം. ഇതിനെല്ലാം ആർത്തറിൻ്റെ അനുവാദം വേണം. പക്ഷേ അയാളെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും എന്നതാണ് വലിയ പ്രശ്നം. എല്ലാം നേരിൽ കണ്ട നിങ്ങൾ പോലും ഇനിയും അതൊന്നും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലല്ലോ. എന്തായാലും നാളെ രാത്രി 10 മണിക്ക് താങ്കൾ എൻ്റെ മുറിയിലേക്ക് വരണം. ആർത്തറും കിൻസിയും ആ സമയത്ത് എത്താൻ പറയാം. പിന്നീട് ശവപ്പെട്ടി പഴയപടി അടച്ചു വെച്ചിട്ട് ഞങ്ങൾ ശവക്കോട്ടയ്ക്ക് പുറത്ത് കടന്നു. പിക്കാഡില്ലിയിലേക്ക് നടക്കുകയും ചെയ്തു. ഒരു കത്ത് ഡോക്ടർ സെവാർഡിന് കൊടുക്കാൻ പ്രൊഫസർ വാൻ ഹെൽസിംഗ് ഒരു കത്ത് ഹോട്ടൽ കൗണ്ടറിൽ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ആ കത്ത് ഡോക്ടർ കാണുകയുണ്ടായില്ല. താഴെ പറയും പ്രകാരമായിരുന്നു ആ കത്ത്. സെപ്റ്റംബർ 27 പ്രിയപ്പെട്ട സെവാർഡ്, ഞാൻ രാത്രി പള്ളിവളപ്പിലേക്ക് വീണ്ടും പോകും. ഏതായാലും ലൂസിയുടെ ശരീരം ഇന്ന് ഞാൻ പുറത്തുവിടില്ല. കുരിശും വെളുത്തുള്ളിപ്പൂക്കളും കൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കും. അവൾ അതിന് വഴങ്ങിയേക്കും. പക്ഷേ അവളെ തേടി യഥാർത്ഥ വില്ലൻ എത്തിയേക്കും. അവന് 20 പുരുഷന്മാരുടെ ശക്തിയുണ്ട്. വലിയൊരു ചെന്നായ്ക്കൂട്ടം അവനൊപ്പമുണ്ടാകും. വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ഏതായാലും അവനുമായി ഏറ്റുമുട്ടിയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നും അറിയില്ല. അഥവാ ഞാൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ ഇതോടൊപ്പമുള്ള കടലാസുകൾ ശ്രദ്ധിച്ചു പഠിക്കുക. അത് പ്രയോഗത്തിൽ വരുത്തി ആ നശിച്ച ദുർഭൂതത്തിൽ നിന്നും നമ്മുടെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ധീരമായി ശ്രമിക്കുക. ഇനി കാണാനായില്ലെങ്കിൽ വിട. താങ്കളുടെ സ്വന്തം വാൻ ഹെൽസിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കഥയുടെ ബാക്കി ഭാഗം കേൾക്കുവാനായി ചാനൽ സന്ദർശിക്കുക.
ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരെയും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.